ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയിലത്തെ വിശേഷം. ശനിയാഴ്ച എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കുട്ടികൾ വീട്ടിലുള്ള ദിവസം. അതാണ് ഞങ്ങൾക്ക് ശനി ഞായറും എന്ന് പറയുമ്പോൾ കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റു. അപ്പോൾ എല്ലാവരും കുറച്ച് ലേറ്റായിട്ട് എണീറ്റ്. അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ സൗണ്ടിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ചെറിയൊരു തൊണ്ടയിലൊരു പിടുത്തം അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ രാവിലെ ചാക്കോച്ചൻ മാത്രമാണ് നേരത്തെ എണീറ്റ ആൾ. അവൻ എണീറ്റ് അപ്പം കാറ് കഴുകണതിൻ്റെ ഒപ്പം കൂടെ വണ്ടിയിൽ അവിടെ ഇരുന്ന് പാട്ടൊക്കെ വെച്ച് അവനവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ പരിപാടി ഇന്ന് ശരിക്കും കൊള്ളി ഇന്നലെ നമ്മൾ കണ്ടല്ലോ വേവിച്ച് വെച്ചത്, അതൊക്കെയാണ് ഇന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ രാവിലെ എണീറ്റ് അതൊന്ന് കാച്ചിയാൽ മതിയിലൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇന്നതേ 5-ാം ദിവസം. അപ്പോൾ ഞാൻ ഓരോ ദിവസം 1-2 ഇട്ട് നോക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു സന്തോഷം. 5 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടല്ലോ ഡ്രീം കളക്ഷൻസ് എന്നുള്ളത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റും എന്നുള്ളത്. നിങ്ങൾ കാണുന്നവർ വളരെ കുറവാണെങ്കിലും എനിക്ക് എന്തോ ഓരോ ദിവസം ചെല്ലുന്തോറും വ്യൂസ് കൂടി വരുന്നുണ്ട്. കാരണം കുറേ നാളുകളായിട്ട് ഡെഡായി കിടന്ന ഒരു ചാനലാണ്. അപ്പം നിങ്ങളായിട്ട് ഇപ്പം കണ്ടുവരണല്ലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് സാരമില്ല, നിങ്ങൾ കണ്ട് സമാധാനത്തിൽ വന്നാൽ മതി. പക്ഷേ കാണുന്നവരൊക്കെ എന്താ പറയുക, നല്ല പ്രതികരണമാണ് കേട്ടോ. പേഴ്സണലി എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചു, നന്നായി, അതുപോലെ ഇങ്ങനെ ഒരു ചാനൽ രണ്ടാമത് കൊണ്ടുവന്നത് നന്നായി ആൻറ്റി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചു. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഉത്സാഹമാണ് അടുത്തൊരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ചാൽ വ്യൂസ് എന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരുടെ റെസ്പോൺസിനനുസരിച്ചാണ് നമ്മൾ ഓരോ സംഭവങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ 10 പേരെ കണ്ടുള്ളെങ്കിൽ ആ 10 പേരിൽ 9 പേരും വിളിച്ച് മെസ്സേജ് അയച്ച് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് വാങ്ങിക്കുമ്പോൾ നമുക്കതൊരു പ്രോത്സാഹനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മറ്റേ ചെപ്പുകൾ കട്ട് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ചെടി എന്തെങ്കിലും നട്ട് നേരെ ഇറക്കി വെക്കാമല്ലോ വലുതിരിക്കും, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ചീര ഉപ്പേരി ഇന്നലെ രാത്രി എനിക്ക് വേണ്ടി കുറച്ച് വെച്ചെങ്കിലും ബാക്കി ഇന്ന് ഉപ്പേരി വെക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കി എടുത്ത് പരിപ്പിട്ട് വെക്കാൻ വേണ്ടി മാറ്റി ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അപ്പോൾ ദേ ഡിംപിൾ രാവിലെ എണീറ്റിട്ട് ആ പണികൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, എനിക്ക് ഇടയ്ക്ക് ഒരു ചുമ വരുന്നുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുക. ഇന്നാൾ ഞാനിതുപോലെ എന്തോ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, ആൻറ്റി ഇങ്ങനെ ഇറക്കണത് കേൾക്കുമ്പോൾ ഒരു അരോചകം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് മനഃപൂർവ്വമല്ല, ചില സമയത്ത് നമുക്ക് ആ സാഹചര്യം ശരിയാവാണ്ടാണ്. അപ്പോൾ നിങ്ങളതിൻ്റെ പ്രായത്തെ മാനിച്ച് അങ്ങനെയൊന്ന് ചിന്തിക്കണം കേട്ടോ, നല്ല രീതിയിൽ ചിന്തിക്കണം. അങ്ങനെ ദേ കൊള്ളിയും ചായയാണ് കേട്ടോ. അപ്പോൾ കൊള്ളിക്ക് പപ്പടം വേണമെങ്കിൽ പപ്പടം ഉണ്ട്. അപ്പോൾ ഒരു കുട്ടി എന്നോട് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പപ്പടം കോൺസ്റ്റിപ്പേഷൻ വരുത്തുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ശരിയായിരിക്കാം. കാരണം ഞാൻ ഈ വെക്കേഷൻ ഈ നൊയമ്പ് തുടങ്ങിയ എനിക്ക് 3 നേരം 2-3 പപ്പടം വീതം ഞാൻ തിന്നിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പടം. അപ്പോൾ എനിക്കും ഡിമ്പിളിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓണ്ണും ഡാഡിക്ക് അത്ര വലിയ ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പടം. അപ്പോൾ ഞാൻ തിന്നിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം, നമ്മൾ കുട്ടികൾ ആര് പറഞ്ഞാലും നമ്മളത് ചവിട്ടി പോകണമെന്നല്ലേ പറയുക. അപ്പോൾ ഞാൻ ഇന്നലെ ഇന്നുമായിട്ട് പപ്പടം ഒന്ന് ഇത്തിരി മാറ്റി വെച്ച് നോക്കിയിട്ട് ചീര അതിനോടനുബന്ധിച്ചുള്ള ഇലക്കറികളും കാര്യങ്ങളൊക്കെ കൂട്ടി, പിന്നെ പപ്പക്കായ അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഇത് നമ്മുടെ ഡ്രീം കളക്ഷൻസിലേക്ക് വേണ്ടി എടുത്ത ഫോട്ടോസാണ്. അപ്പോൾ ഞാൻ സാധാരണ ഇതിലിട്ടിട്ട് അങ്ങനെയാണ് അപ്പുറത്ത് ഇടാറ്. അതിൽ വീഡിയോസ് അടക്കം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒക്കെ റൂബി വൈറ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ഡേ വൈറ്റ് നെക്ലസ് ഇട്ടു, 2-ാമത്തെ ദിവസം അതിൻ്റെ സ്റ്റഡ് ഇട്ടു, 3-ാമത്തെ ദിവസം റൂബി വൈറ്റ് ഇട്ടു. അപ്പോൾ അങ്ങനെ 5 ദിവസം വിജയകരമായിട്ട് എന്താ പറയുക മുന്നോട്ട് പോയി എന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. കാരണം എനിക്ക് വലിച്ചെത്തുമോ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പകൽ വോയിസ് ഓവർ കൊടുക്കണം, അപ്പോൾ ഈ കുട്ടികളുടെ ഇടയിൽ അത് പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ 5 ദിവസം അങ്ങോട്ട് എനിക്ക് 5 ദിവസം 50 ദിവസത്തിൻ്റെ പോലെ കേട്ടോ തോന്നണത്. അങ്ങനെ ഇത് ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും കിടന്നതിന് ശേഷം വോയിസ് ഓവർ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ശരിക്കും നാളേക്കുള്ളത് മറ്റേ ഓർണമെൻറ്റ്സിൻ്റെ ഇന്നും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കത് നടക്കണില്ല കാര്യം. അപ്പോൾ ഇത് എന്നെ കുട്ടികളൊക്കെ വഴക്ക് പറഞ്ഞു തുടങ്ങി, എന്തിനാ മമ്മി ഇതിങ്ങനെ ഉണങ്ങി വെച്ചിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഇന്നതിനെ പുറത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു, വളരെ സങ്കടത്തോട് കൂടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് കണ്ടറിയാം. നമ്മളത് പൊക്കുമ്പോൾ തന്നെ അതിൻ്റെ അടിയിലേക്ക് ഫുൾ മണ്ണിട്ടിട്ട് മുകളിൽ നമ്മൾ പറയില്ലേ കാണാൻ ഭംഗിക്ക് വെച്ച പോലെ ആണത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം കൊണ്ട് കുട്ടികൾ തന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ എന്നാൽ എനിക്ക് ആ സമയത്ത് തോന്നിയില്ല ഈ ചട്ടിയൊന്ന് മാറ്റി നടാൻ തോന്നിയില്ല. അവർ എൻ്റെ മനസ്സിലെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ അതിൻ്റേതായ പ്രോപ്പർ രീതിയിൽ ചെയ്തിട്ടുണ്ടാവും എന്നല്ലേ നമ്മൾ വിചാരിക്കാം.
അപ്പോൾ അത് ഒന്നും കണ്ടറിയാം നമുക്ക്. അത് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ടുള്ളൂ. വേരിറങ്ങാനോ അല്ലെങ്കിൽ ഒന്ന് ഇറക്കി വെക്കാനോ മെനക്കെട്ടിട്ടില്ല, സാരമില്ല പോട്ടെ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളുടെ അപ്പോൾ എനിക്ക് തോന്നുന്നു 2 മാസത്തോളമായിട്ടുണ്ട് അതങ്ങനെ ഇരിക്കുന്നു. കൊണ്ടുവന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് അതിൻ്റെ ഓരോ ഇലകളും വാടാൻ തുടങ്ങി. അപ്പോൾ തൊട്ട് ഞാൻ അവരോട് ഓരോ കാര്യങ്ങളും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു മറുപടിയോ കാര്യങ്ങളോ ഒന്നുമല്ല അവിടെ ആ വശത്തുനിന്ന് കിട്ടിയത്. അത് പിന്നെ സാരമില്ല പോട്ടെ, കുഴപ്പമില്ല, ചെടിയല്ലേ, ചെടികൾ വരും, വാടും, എടുക്കും. പക്ഷേ ഈ ഗിഫ്റ്റ് കിട്ടിയതായതുകൊണ്ട് എനിക്കൊരു ചെറിയ അതിനോടൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാവുകയെന്ന് പറയില്ലേ, അങ്ങനെ ഒരു സംഭവം അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പിള്ളേഴ്സിന് പുതിയൊരു സംഭവമാണ്. അപ്പോൾ 2 പേരും കൂടി നിന്ന് കളിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി അവർക്ക് കേട്ടോ. അങ്ങനെ നിന്നപ്പോഴാണ് കൊറിയർ. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഫുൾ ടൈം കൊറിയർ ബോയ്സിൻ്റെ ഒരു മേളാണ്. കാരണം കുട്ടികൾക്ക് വെക്കേഷനുള്ള മറ്റേ ക്യാമ്പിന് പോകാനുള്ള ഡ്രസ്സുകൾ അത് 3 പേർക്കും ഉണ്ടല്ലോ. അപ്പോൾ അത് പിന്നെ ഓരോ സാധനങ്ങളൊക്കെ ഇപ്പോൾ പുറത്ത് പോയിട്ടുള്ള പർച്ചേസിങ് നിങ്ങൾക്കറിയാം, വളരെ അപൂർവമാണ് ഓരോ സാധനങ്ങൾ വാങ്ങിക്കുക നമ്മൾ ഓരോ ഷോപ്പിൽ പോകണത്. കാരണം കുട്ടികളെയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഇവിടെ 2 സ്റ്റാൻഡ് ഓൺലൈൻ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബ്രാസിൻ്റെ. അപ്പോൾ അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം വിചാരിച്ചു ശരിക്കുള്ള ചെടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ഗിഫ്റ്റ് കിട്ടിയ ചെടിയുടെ ആ ഒരു ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ തെറ്റി വന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതൊന്നും അല്ല ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഞാൻ റിട്ടേൺ വെച്ചിട്ട് ഞാൻ എടുക്കുകയേ ചെയ്തില്ല. തുറന്ന വഴിക്ക് ഇത് മനസ്സിലായി, അങ്ങനെ അടച്ചു റിട്ടേൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം വന്നിട്ടുള്ളതാണ് നമ്മുടെ മീനു. അതായത് മീനു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, ജോർദാൻസ് വേൾഡ് അങ്ങനെയും പറഞ്ഞാൽ മനസ്സിലാവില്ല. കുറേ പേർക്കൊക്കെ കണ്ടിട്ടുണ്ടാവും, കുറേ പേരല്ല ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മീഡിയാസിൽ നിറഞ്ഞു നിന്നൊരു മോനുണ്ടായിരുന്നു, ജോക്കുട്ടൻ, അതായത് ജോർദാൻ. അവൻ്റെ പേര് ജോക്കുട്ടൻ എന്നാണ് അവനെ വിളിക്കുക. അവൻ പപ്പേനെ ഒരു അവസ്ഥയിൽ എന്താ പറയുക സാഹസികമായി രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവനെക്കുറിച്ച് കുറേ റൈറ്റപ്പും കാര്യങ്ങളും ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അതാണ് ജോർദാൻസ്, മീനും അനുവും കേട്ടോ. അപ്പോൾ മീനു എനിക്ക് കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചതാണ്. അതായത് നമ്മളുടെ വേപ്പിൻ്റെ ഇല, പിന്നെ എനിക്ക് വയറിൻ്റെ സംബന്ധമായ നമ്മുടെ മുരിങ്ങയുടെ ഇല, പിന്നെ കുട്ടികൾക്ക് വയറുവേദന വരുമ്പോൾ അരച്ച് കൊടുക്കാനായിട്ട് ജാതിക്ക, പിന്നെ എന്തുട്ടാണ് കുടംപുളിയൊക്കെ ഞാൻ വെയിലത്ത് വെച്ചേക്കാട്ടോ ഉണക്കാനായിട്ട്. പിന്നെ ഉണ്ടല്ലോ ബാൾസം, 2-3 ടൈപ്പ് ബാൾസം ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് എളുപ്പമായി, കാരണം എല്ലാതും ഇലയമെന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഞാനത് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. ഇത് ഞാൻ മറ്റേ കസ്കസിൻ്റെ ഇട്ടു. സാധാരണ നമ്മൾ മസാല ഏതിലാണോ അതിലാണ് നമ്മൾ ഈ ജാതിക്കയൊക്കെ ഇടുക. അപ്പോൾ എൻ്റെ ജാതിക്കപ്പത്രയൊക്കെ മറ്റേ വറുത്ത് പൊടിച്ചതിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിലേക്ക് ഇട്ടു കേട്ടോ. അങ്ങനെ എന്താ പറയുക, കണ്ടമാനം സാധനങ്ങൾ. അപ്പോൾ മീനുവിനൊരു സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുടപ്പുളിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വേപ്പിൻ്റെ ഇല വീണിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി. അപ്പോൾ ഞാനതൊന്ന് എടുത്ത് ചെറിയ വഴിക്ക് അതങ്ങോട്ട് പോന്നു. എന്നിട്ട് ഞാനത് വെയിലത്ത് വെച്ച് ഉണക്കാൻ വെച്ചു. അപ്പോൾ ഡാഡി ഇന്നതേ പോയി വന്നപ്പോൾ കൊണ്ടുവന്നത് മാമ്പഴം കേട്ടോ. ഡാഡിക്ക് മാമ്പഴം എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പോൾ പക്ഷേ അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല മാമ്പഴം. ഇത് നമ്മളുടെ പേസ്ട്രി പാച്ചുവിന് ഇഷ്ടമാണ്. പാച്ചുവിന് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ചോറാണ്, പരിപ്പും ചീരയും കൂടിയിട്ട്, പരിപ്പും തക്കാളി, ചീരയല്ല, പരിപ്പും തക്കാളി. പിന്നെ ഇന്നലെ വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ കഞ്ഞിക്ക് നല്ല ചമ്മന്തി ഉണ്ടായിരുന്നു, ആ ചമ്മന്തിയും കുറച്ച് ചീരുപ്പേരിയും. ഇന്ന് പപ്പടവും കൊണ്ടാട്ടവും ഒന്നും ഞാൻ വറുത്തില്ല. നിങ്ങൾക്കറിയാം ഞാൻ എപ്പോഴും രണ്ടെണ്ണം കഴിക്കണത്, വറുത്തില്ല. അപ്പോൾ ഇത് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് കുറേ സാധനങ്ങൾ ഇട്ടാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഈ ഡിംപിൾ റോസ് എന്നുള്ള പേര് എന്ന്. ഈ പേരിലാണ് ഇപ്പോഴും നമ്മുടെ ഡ്രീം കളക്ഷൻസിൽ അവർ സാധനങ്ങൾ എടുക്കുമ്പോൾ ഡിംപിളുടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പാക്ക് ചെയ്യട്ടെ. അതുകൊണ്ട് ഞങ്ങൾ പറയും ഇപ്പോഴും ഡിംപിൾ റോസ് എന്നാണ് ആ കവറും എഴുതുക, ഡ്രീം കളക്ഷൻസ് എന്ന് എഴുതാറില്ല അവർ കേട്ടോ. അങ്ങനെ ഇവിടെ പാച്ചുട്ടൻ പിണങ്ങിയിരിക്കണം കേട്ടോ. എന്തോ കാര്യം പറഞ്ഞിട്ട് അമ്മയും മോനും കൂടി ഒന്ന് പിണങ്ങിയതാണ്. പിണങ്ങി കഴിഞ്ഞാൽ പാച്ചുട്ടൻ ഇങ്ങനെയാണ്, ഒരു വശത്ത് പോയിട്ട് മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ ചിരിപ്പിച്ച് അവിടെ നിന്ന് എടിയിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവിട്ടോ. അങ്ങനെയാണ്. പിണങ്ങി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ പോയിട്ട് ഇതാ ഈ ഇരിപ്പാണ് കേട്ടോ. നമുക്ക് പാവം തോന്നും കണ്ടാൽ. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല, വെറുതെ ചട്ടമ്പിത്തരം കാണിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ കുറുമ്പ് ആ എണീക്കലോട് കൂടി അവൻ എന്ത് കാണിച്ചു, ആ ചവിട്ടി വലിച്ചെടുത്തുകൊണ്ടൊന്ന് ഇവിടെ ഇട്ടു. അപ്പോൾ ആ മണ്ണൊക്കെ അവിടെയായി. അങ്ങനെ എന്താ പറയുക, കുട്ടി കുറുമ്പുകളാണ്. അപ്പോൾ ഇന്ന് കുറച്ച് സാരികൾ ഒന്ന് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഓരോന്നായിട്ട് പാക്ക് ചെയ്യാനായിട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഡാഡി ഒന്ന് ഫ്രീ ആകുമ്പോൾ ഒന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ
ഡിവൈൻ്റെയും ഡിമ്പിളുടെയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഡിമ്പിളുടെ സെക്ഷനാണെന്ന് തോന്നുന്നുണ്ട്. ഡിവൈൻ്റെ സെക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവൈൻ തന്നെ പൊതിഞ്ഞ് അപ്പോൾ പാർസൽ ചെയ്യാനായിട്ട് ഡാഡി കയ്യിൽ കൊടുക്കും. ഇതിങ്ങനെ സ്റ്റോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് മാറ്റി പാക്ക് ചെയ്യൽ ആയിരുന്നു ഇന്നത്തെ മെയിൻ പണി കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വൈറ്റ് സ്റ്റോൺസിൻ്റെ മാല പ്ലേറ്റ് ചെയ്ത് വന്നത്. ഇപ്പം നിങ്ങൾ ആ കവറിൽ കണ്ടില്ലേ, ഇഷ്ടം പോലെയുണ്ട്. അപ്പം നിങ്ങൾ ഡിമ്പിളിനോടായാലും ഡിവൈനോടായാലും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഇതിൻ്റെ വിശദമായ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ഡേ ഞാൻ വൈറ്റ് നെക്ലസിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ ഇനി ഇത് വീണ്ടും ഒരു വൈറ്റ് നെക്ലസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോറടിക്കും. അങ്ങനെ ഡാഡിക്കും മോനും ഡിമ്പിളിനും ഒന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ, അവരുടെ ഒരു കസിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അതിന് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവർ ഇറങ്ങി. അപ്പോൾ ഇറങ്ങുമ്പോൾ പാച്ചുവിന് ഒരു മടി. പാച്ചു പറഞ്ഞു ഞാനിവിടെ അമ്മാമ്മയുടെ കൂടെ നിൽക്കാമെന്ന്. എന്നാൽ പിന്നെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് കാറിൽ കയറിയപ്പോൾ അവന് കരച്ചിലായി. അതായത് അമ്മേനെ പറ്റിക്കണമെന്നാണ്, ഞാനില്ല അമ്മയുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവന് ഒരു പുതിയ കളിയാണ് പറ്റിക്കൽ. അങ്ങനെ അവർ പോയി. അപ്പോൾ ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു 3 മണിയായിട്ടുണ്ട് പോകുമ്പോൾ. അപ്പോൾ നല്ല വെയിൽ. അപ്പോൾ ഞാൻ കുടപ്പുളി മുറ്റത്തെ വെച്ചപ്പോൾ മീനു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ അത് ഇങ്ങനെ ഇരുന്ന് പുഴുകിയിട്ട് ഒന്ന് നനയും, അപ്പോൾ അതുകൊണ്ട് ഒന്ന് വെയിലത്ത് വെച്ചോളൂ എന്ന്. അപ്പോൾ ഞാൻ വെയിലത്ത് വെച്ചു. അപ്പോൾ നല്ല പുളിയുള്ളതാണെന്ന് പറഞ്ഞു. നല്ല നമുക്കൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന കുടപ്പുളിയാണ് കിട്ടുക. അപ്പോൾ സാധാരണ ഡിവൈൻ്റെ അമ്മ അവിടുന്ന് ലീലാമ്മ അവിടുന്ന് കൊണ്ടുവരാണ് ചെയ്യുക. ഇതിപ്പോൾ മീനു കൊടുത്തയച്ച കാരണം അത് കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഞാൻ ബോക്സിലാക്കി, ഇതൊക്കെ ചെപ്പുകളിലേക്ക് ആക്കി. ഇതെനിക്ക് തോന്നുന്നു മുമ്പെടുത്തത് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ തെറ്റി വന്നതാട്ടോ, ക്ഷമിക്കുക കേട്ടോ, നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഞാൻ ചൂട്ടോടെ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ടുണ്ട് ബാക്കി പരിപാടികൾക്ക് നിന്നത്. കാരണം കുട്ടികളൊക്കെ ഡാഡിയും മോളും ഒരു വശത്ത് പോയി, ഡിവൈൻ കുട്ടികളെയും കൊണ്ട് മുകളിൽ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് നല്ല ചൂട്ടോടെ കുടിച്ചിട്ട് ആവാം ബാക്കി പരിപാടി എന്ന് പറഞ്ഞിട്ട് ഞാനത് കുടിക്കാനായിട്ടിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞ രണ്ടാമത് കയറി വന്നിട്ടുണ്ട് തോന്നണു എന്ന്. സാരില്ല, നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് എന്താ പറയുക, വേണ്ടപ്പെട്ട ഒരു മോളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ അവിചാരിതമായി വന്ന് പെട്ടത്. അപ്പോൾ ഞാൻ സർപ്രൈസായിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തതാണ്. ആരാ എന്താണെന്നൊന്നും പറയില്ല, കാരണം അങ്ങനെ പറയാവുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു അവസരമല്ല ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ ഗസ്റ്റ് ഒരു 4 പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചിരിയും കളിയും വർത്താനവും, കുട്ടികൾ 3 കുട്ടികളായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി നല്ല മേളമായിരുന്നു കേട്ടോ. നല്ല രസമുള്ള ഒരു ഗെറ്റ് ടുഗെദറായിരുന്നു കേട്ടോ. കുട്ടികളുടെ കളിയും ചിരിയും ബഹളവും ഒക്കെ കൂടിയിട്ട് ഫുൾ ഇംഗ്ലീഷായിരുന്നു ഇന്ന് ഇവിടെ വീട്ടിൽ കേട്ടോ. കേൾക്കാൻ നല്ല രസം. നല്ല മിടുക്കരായ 3 കുട്ടികളും നമ്മുടെ 3 ആൾ 6 ആൾ കൂടിയാൽ നിങ്ങൾക്കറിയാലോ എന്തായിരിക്കും മേളം എന്ന്. കണ്ട് ഇരിക്കാൻ നല്ല രസമുള്ള സമയമായിരുന്നു. നേരം പോയത് അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ സന്ധ്യ നേരമായി. എല്ലാവരും അകത്തേക്ക് കയറ്റി. കാരണം എന്താ വെച്ചാൽ പുറത്ത് ഇപ്പോൾ നല്ല കൊതുവാട്ടോ. സംഭവം മഴ പെയ്തെങ്കിലും കൊതു നല്ല ഒരു രക്ഷയില്ല കൊതുവിന്. അപ്പോൾ കുട്ടികളൊക്കെ കയറ്റി ഞാൻ നേരത്തോടെ ഓൾ ഔട്ട് വിടും, കുറച്ച് നേരം AC ഇട്ട് വയ്ക്കും. അപ്പോൾ റൂം ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി ഒരു ചെറിയൊരു തണവ് കയറുമ്പോഴാണ് അവരെ ഞാൻ അകത്തേക്ക് കയറ്റാം കേട്ടോ. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. അല്ലെങ്കിൽ കൊതുവും ചൂടും ഒക്കെ കൂടിയിട്ട് ചാക്കോച്ചനാണ് ഒട്ടും പറ്റാത്തത്. പിന്നെ കുട്ടികളായാലും അവർക്ക് പറയാറിയില്ലല്ലോ. അങ്ങനെ നമുക്കറിയാമല്ലോ ചൂട് എങ്ങനെയാണെന്ന്. അങ്ങനെ ഞാൻ വേഗം അടുത്തൊരു സെക്ഷൻ ഫോട്ടോസ് എടുക്കാനായിട്ടിരുന്നു. ഇതിപ്പോൾ നാളെ വരാനുള്ളതാണ് കേട്ടോ. മറ്റേത് ഓൾറെഡി വന്നിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ എടുത്തത് ഓൾറെഡി വന്നു, കാരണം അത് ഞാൻ ഇന്ന് കാലത്താണ് എടുത്തത്. അപ്പോൾ ഇതിലിടാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഫസ്റ്റ് പോർഷനിൽ അത് ആഡ് ചെയ്തത്. ഇത് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നാളത്തെ ഡ്രീം കളക്ഷൻ്റെ വീഡിയോയിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും കാണണമെങ്കിൽ നാളെ ഡ്രീം കളക്ഷൻ കണ്ടാൽ മതി. ഇതിൽ ജസ്റ്റ് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. അതിങ്ങനെ പെട്ടെന്ന് പാസ് ചെയ്ത് പോണതാണ്. അതിലാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഫോട്ടോസും കാണാം. അത് എന്താണ്, എങ്ങനെയാണ്, എത്ര വലിപ്പമുണ്ട്, എങ്ങനത്തെ കല്ലാണ്, എല്ലാതും ഞാൻ തിരിച്ച് പറയുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1-2 കുട്ടികൾ പ്രത്യേകിച്ച് എന്നോട് എന്തഭിപ്രായം തുറന്ന് പറയാൻ എന്താ പറയുക താല്പര്യമുള്ള 2-3 കുട്ടികളുണ്ട്. അവർ അതിനോട് തിരിച്ച് പറഞ്ഞു, ഇങ്ങനൊരു ഇതിട്ടത് നന്നായി ആൻറ്റി, കാരണം ഞങ്ങൾക്കായാലും കാണാനും ഓരോന്നിനെക്കുറിച്ച് പറയുമ്പോഴും അത് വാങ്ങിക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടി സൗകര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ഇത് ഡിംപിളും ഡാഡിയും വരുമ്പോൾ കൊണ്ടുവന്നത് പപ്പക്കായ, മാങ്ങ, 2 കൊല പഴം. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ഇത് എവിടെ നിന്നാണെന്നുള്ളത്. എൻ്റെ മുമ്പത്തെ ആഴ്ച ഞങ്ങൾ ആൻസൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് വൈകുന്നേരമായി അപ്പയും മക്കളും കൂടിയിട്ടുള്ള മേളാണ്. പിന്നെ കാരണം ഇന്ന് മറ്റേ മധുരക്കിഴങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഗസ്റ്റ് വന്നപ്പോൾ ഈ മീറ്റ് റോളും
പിന്നെ ആ കുട്ടികൾക്ക് നൊയമ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം മീറ്റ് റോളും പിന്നെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരും അതൊക്കെ കഴിച്ചതിൻ്റെ പേരിൽ ഇവർക്കും വിശപ്പ് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് മറ്റേ എന്തിട്ടാണ് മധുരക്കിഴങ്ങും നല്ല ചമ്മന്തി, കോട്ടയം ചമ്മന്തി, അതായത് ഉള്ളിച്ചമ്മന്തിയില്ലേ, വെറുതെ ഉള്ളിയും പച്ചമുളകൊക്കെ അരച്ചിട്ടുള്ള ചമ്മന്തി, ആ സംഭവമായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. നല്ല ശരിക്കും കാന്താരി മുളക് വേണം, പക്ഷേ കാന്താരി അല്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അരോചകമാവുണ്ടാവില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചു ചൂടുള്ള എന്തെങ്കിലും കാപ്പി എന്തെങ്കിലും കുടിച്ച് വന്നിരുന്നാലോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ലേറ്റാവും, വേഗത്തോടെ ഇത് പരിപാടി കഴിഞ്ഞാൽ വേഗം പോയി കിടക്കാമല്ലോ എന്ന് വിചാരിച്ചു. വേറെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. സൗണ്ടിന് മാത്രം ഒരു ചെറിയൊരു പ്രശ്നം. അതെനിക്ക് മെയിനായിട്ട് തോന്നണത് ഇന്നലെയാണോ മിനിയാന്നാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിറയിൽ എണ്ണ ഇട്ടിട്ട് കുറേ നേരം ഇരുന്ന് കുളിക്കാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ അതിൻ്റെ ആണോ എന്ന് സംശയമുണ്ട്. അല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഓടി വരാനായിട്ട് യാതൊരു ന്യായമില്ല. സംഭവം കുട്ടികൾക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ചമ്മന്തി കേട്ടോ. ഭയങ്കര ചൂടിയായിരുന്നു. അപ്പോൾ മധുരക്കിഴങ്ങും ചമ്മന്തിയായിരുന്നു ഇന്ന് രാത്രി. പിന്നെ ഡോണിന് ചപ്പാത്തി ഉണ്ടായിരുന്നു, പരിപ്പ് കറി ഉച്ചകാലത്ത് ഉണ്ടായിരുന്നു, പിന്നെ സാലഡ് അതെന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇത് മതി എനിക്ക് എന്ന് പറഞ്ഞു. കാരണം കുറേ എവിടെയോ കണ്ടപ്പോൾ ഒരു കൊതി വന്നു. ഈ മധുരക്കിഴങ്ങ് ഇങ്ങനെ ചമ്മന്തി കൂട്ടി തിന്നണ കണ്ടപ്പോൾ എവിടെയോ കണ്ടപ്പോൾ ഒരു കൊതി. നമ്മൾ പറയില്ലേ, നമുക്ക് വല്ല കൊതി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലല്ലേ നമുക്ക് വാങ്ങിക്കാനും കഴിക്കാനും പറ്റുള്ളൂ. അങ്ങനെ ഇവരമ്മയും മോനും കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കാൻ പോയി. ഡിവൈൻ ഇവരൊക്കെ പോയതിന് ശേഷമാണ് നമ്മുടെ ചാക്കോച്ചൻ്റെ കയ്യിൽ നിന്ന് കാപ്പി പോയി താഴ്ത്ത്. അപ്പോൾ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഡിവൈനും വന്നു. അപ്പോൾ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പോകുമ്പോൾ കുറേ ലേറ്റായിട്ടോ. ലേറ്റായി കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ പിള്ളേർസിനുള്ള ഇറച്ചി ഒക്കെ വെച്ച് കൊടുത്തത്. പാലും ഓൾറെഡി നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഭക്ഷണവും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ ദിനചര്യ നിങ്ങൾക്കറിയാലോ, പട്ടികളുടെ പോലും നിങ്ങൾക്ക് കാണാപ്പാടാണ്. അങ്ങനെ ഞാൻ എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ വീണ്ടും എൻ്റെ മുമ്പിൽ ഈ ചെടി ഇങ്ങനെ ഒരു ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കെന്തോ ഭയങ്കര സങ്കടം. ഇത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം. അപ്പം ഞാൻ ഇപ്രാവശ്യം മറ്റേ വിൻകോയിൽ പോയപ്പോൾ മറ്റേ വിൻകോ പ്ലാസ്റ്റിക്സ് ഇല്ല, അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ കണ്ടു, ഇതിൻ്റെ ചെറുതൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് ആദ്യം വിചാരിച്ചു വാങ്ങിക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, എന്തിനാ വെറുതെ, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വാങ്ങാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കിച്ചണിലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ചെടികളൊക്കെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. കിച്ചണിലത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വെള്ളം വെച്ചു. അങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടെ അങ്ങോട്ട് കഴിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി നാളേക്കുള്ള ഫോട്ടോസും കാര്യങ്ങളും എടുക്കണം. പ്രത്യേകിച്ച് നാളെ ഡ്രീം കളക്ഷൻസിൽ ഇടാനുള്ളത് കേട്ടോ. അപ്പോൾ അതെടുത്തില്ലെങ്കിൽ നാളെ സൺഡേയാണ്, പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ കുറേ ലേറ്റാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തിട്ട് 2 മണിക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എങ്ങാനും നടന്നില്ലെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫോട്ടോസും വീഡിയോസും കൈയോടെ എടുത്ത് വെക്കാം. അത് കഴിഞ്ഞ് അപ്ലോഡിങ് നാളെ ആവാം, എക്സ്പോർട്ട് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് മെനക്കെട്ടിയിരുന്നത് കേട്ടോ. ഞാനപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ഇതിൻ്റെ പിന്നാലെ ആയിരുന്നു കേട്ടോ. ഇത് കംപ്ലീറ്റ് ഫോട്ടോസ് എടുത്ത്. അപ്പം ഞാൻ എടുത്ത ബോക്സുകളൊക്കെ ടിക്കിട്ട് വെച്ചേക്കുക, അല്ലെങ്കിൽ എനിക്ക് തന്നെ ആശയക്കുഴപ്പമോ, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ ഓർണമെൻറ്റ്സിൻ്റെ എടുക്കുമ്പോൾ ഏതെടുക്കാത്തതെന്നുള്ളത് നമുക്ക് പിടുത്തം കിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ റൂബി വൈറ്റിൻ്റെ ഡ്രോപ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ റൂബി വൈറ്റിൻ്റെ സ്റ്റഡ് വരെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് റൂബി വൈറ്റിൻ്റെ ഡ്രോപ്സാണ് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് തെറ്റിയതാണോ അല്ല, റൂബി വൈറ്റിൻ്റെ ഡ്രോപ്സ് തന്നെയാണ് അടുത്ത സെക്ഷൻ. അപ്പോൾ അതിൻ്റെ ഇതാണ് കേട്ടോ. ഇത് കുഞ്ഞിതാണ്. ഇത് നമ്മളുടെ സാധാരണ ഒരു 5ാം ക്ലാസ്സിലൊക്കെ വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇടാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശദമായ കാര്യങ്ങൾ നാളത്തെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് ഡ്രീം കളക്ഷൻസ് എന്നുള്ള ചാനൽ കാണുക. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സാധനങ്ങളൊന്നും വാങ്ങിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷേ നിങ്ങൾ കാണുക. അപ്പോൾ എനിക്ക് വ്യൂസ് കൂടുമ്പോൾ എനിക്കും മനസ്സിൽ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. എന്ന് വെച്ചിട്ട് കുറേ ആവാനല്ല, നമുക്ക് ഓരോ ദിവസം ചെല്ലുന്നവരും 2 പേരും 3 പേരും ഇങ്ങനെ കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഇത് നമ്മളുടെ കുഞ്ഞരയന്നം നിറച്ച് സ്റ്റോൺസായിട്ട്. ഇത് മാത്രം പിന്നാണ്, മറ്റേ പിന്നെ ഇങ്ങനെ കാതിൽ കൂടെ ഇടുന്ന പാറ്റേണാണ് കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു നാളത്തേക്കുള്ള വീഡിയോസ് ഒരുവിധം എൻ്റെ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ വല്ലാണ്ട് വൈകാണ്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ 13 മിനിറ്റിൻ്റെ മറ്റേ കുരിശിൻ്റെ വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടിയും എന്താ പറയുക, നോയമ്പ് വീടിനോട് ഈസ്റ്ററിനോട് വെള്ളിയാഴ്ചയോടുകൂടി കൂടുതൽ അടുക്കാണ്. അപ്പോൾ ആ കുരിശിൻ്റെ വഴി നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. യൂട്യൂബിലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് അത് നമുക്ക് എന്താ പറയുക, അത് ചൊല്ലാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഡ്രീം കളക്ഷൻസ് കാണാൻ മറക്കരുത് കേട്ടോ. ബൈ.